നമ്മുടെ ഷോപ്പിൽ വന്ന് കുടിക്കുന്ന കുറെ പേര് എന്നോട് ചോദിക്കാറുള്ള കാര്യമാണ് ചെയർ കൊണ്ടിട്ട് ഇരുന്നൂടെ, ഒരുപാട് സമയം നിൽക്കണ്ടല്ലോ എന്നൊക്കെ. അതൊക്കെ ഞാൻ പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ജോലി ചെയ്യുന്നതിനും ഓരോ രീതികളുണ്ട്. ഞാനിപ്പോ ചെയറൊക്കെ ഇട്ട് ഇരിക്കും, നമ്മുടെ ഷോപ്പിലോട്ട് കുടിക്കാൻ വരുന്നവർ ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പല ചിന്തകളും ഉണ്ട്. 2-3 ദിവസം ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ മാംഗോ മിൽക്ക് ഷേക്ക് ഷോപ്പിൽ ഇടുന്നത്. കാരണം മാങ്ങ കിട്ടാനില്ല. ഇപ്പോൾ മാങ്ങ കിട്ടാത്ത ദിവസങ്ങളിൽ നമ്മളൊരു പുതിയ ഐറ്റം 2 ദിവസം മുമ്പ് ഇറക്കി. കുറച്ച് പേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കുറച്ച് പേര് പകുതി സാറ്റിസ്ഫൈഡ് ആയി. രാവിലെ തന്നെ എണീച്ച് വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്ത് പ്രിപ്പറേഷൻ ഒക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ദിവസം ഗ്യാപ്പ് അടിച്ചുകൊണ്ട് നല്ല രീതിക്ക് മടി അടിച്ചായിരുന്നു. രാവിലെ എണീക്കാനായിരുന്നു മടി, തുടങ്ങിയപ്പോൾ എല്ലാം സെറ്റായി. പിന്നെ നേരെ എല്ലാം പേക്ക് ചെയ്ത് ബൈക്ക് സെറ്റ് ശേഷം ഫുഡും കഴിച്ച് ഒരു കുളിയും പാസ്സാക്കി ഷോപ്പ് ഓപ്പൺ ആയി. നമ്മൾ 12:30 ഷോപ്പ് ഓപ്പൺ ആക്കാൻ നമ്മൾ സ്റ്റോറി ഇട്ട്. നമ്മുടെയൊക്കെ കുഞ്ഞ് ഷോപ്പ് തുടങ്ങിയിട്ട് ഇന്ന് 80 ദിവസമായിട്ടോ. നാട്ടിൽ വന്ന ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ദിവസങ്ങൾ പോയ കണക്കാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ ഒരുപോലെയാണ് സപ്പോർട്ട് കിട്ടിയിരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അതേ ക്വാളിറ്റിയിലും ഹൈജീൻ ടേസ്റ്റിലും നമ്മുടെ മാംഗോ മിൽക്ക് ഷേക്ക് കൊടുത്തിരുന്നത്. അതേപോലെ ഇഷ്യൂസ് കൊണ്ടും ഇടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കൊണ്ടാണ് ചില ദിവസങ്ങളിൽ ഞാൻ എന്റെ ഷോപ്പ് ഇടാത്തത്. പക്ഷേ 2.5 മണിക്കൂറാണ് നമ്മളെ കംപ്ലീറ്റ് സാധനങ്ങളും തീർന്നത്. ഷോപ്പ് വരുന്ന കാരുട്ട ക്യാമ്പസിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ്. ഷോപ്പ് ഓപ്പൺ ആകുന്ന 12 മണിക്കും 12:30 ഉള്ളിലാണ്. എല്ലാവരും സ്റ്റോർ ചെയ്തിട്ട് മാത്രമേ എന്റെ ഷോപ്പിലോട്ട് വരാം. ഇന്ന് എല്ലാവരും കുടിച്ച് ഹാപ്പി ആയിട്ടാണ് അവിടെ തിരിച്ച് മടങ്ങിയത്. ഷോപ്പെല്ലാം ക്ലോസ് ചെയ്ത് നേരെ വീട്ടിൽ പോയി നമ്മളെ നെക്സ്റ്റ് മീൽ എടുത്തു. നമ്മുടെ ഷോപ്പിന്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ശരീരത്തിനാണ് കേട്ടോ. ഇങ്ങനെ ആയതുകൊണ്ട് വെയിറ്റ് ചെയ്യണമെന്ന് എനിക്ക് ടാർഗറ്റ് ഉണ്ട്. അതെല്ലാം കുറച്ചും കൂടെ ഇനി ഫോക്കസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഇന്ന് നമുക്ക് പുഷ് ഡേ ആയിരുന്നു. ഇന്ന് ചെസ്റ്റിനും ട്രൈസിനും മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പിന്നെ വർക്കൗട്ട് എല്ലാം ഫിനിഷ് ശേഷം നേരെ മിററിൽ പോയി കുറച്ച് പോസിംഗ് ഒക്കെ ചെയ്തു. ജിമ്മി പോണർക്ക് അറിയാം വർക്കൗട്ട് കഴിഞ്ഞിട്ട് എത്രമാത്രമാണ് പോസിംഗ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പോസിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം വീട്ടിൽ പോയി ഫുഡും കഴിച്ചിട്ട് കിടന്നുറങ്ങി. ബൈ.